എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയിൽ നിലവിലുള്ള അവസ്ഥ ഞാൻ പറയാം. ഒരു പാവപ്പെട്ട മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് ഇത്തിരി ഒരു ആശ്വാസത്തിന് വേണ്ടി തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യ വേറൊരുത്തനുമായി സല്ലപിക്കുകയാണെങ്കിൽ, ഭാര്യ വേറൊരുത്തനുമായി സെക്സ് നടത്തുകയാണെങ്കിൽ, ലൈംഗികമായ വൃത്തികേട് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ഒന്നെങ്കിൽ അത് കാണാൻ വയ്യാഞ്ഞിട്ട് തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ അവരുടേത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് പുറത്തെങ്ങാനും വെയിറ്റ് ചെയ്യാം. എതിർക്കാൻ പറ്റൂല, ഒരാക്ഷനും എടുക്കാൻ പറ്റൂല. കാരണം 18 വയസ്സായി കഴിഞ്ഞാൽ ആരോടൊപ്പം ജീവിക്കണമെന്ന് ആണിനും പെണ്ണിനും തീരുമാനിക്കാനുള്ള, ആണിനും പെണ്ണിനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ശരിക്കും പറഞ്ഞാൽ വൃത്തികെട്ട സ്വാതന്ത്ര്യം നമ്മളെ നാട്ടിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ആരോടൊപ്പം പോകാം, എന്തും ചെയ്യാം. ഇത് പക്ഷേ കുടുംബത്തെയും സമൂഹത്തെയും മക്കളെയും വല്ലാതെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ആണിനും പെണ്ണിനും സമയമില്ല. എത്ര ഉമ്മമാരും അമ്മമാരുമാണ് സ്വന്തം മക്കളെ ക്രൂരമായി കൊന്ന് കാമുകനോട് ഇറങ്ങിപ്പോണത്? എത്ര എണ്ണം, എത്ര ആളുകളാണ് മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഈ ജാതി തോന്നിവാസത്തിന് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്? ഇവിടെ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഇൻ്റർവ്യൂ ഇട്ടു വന്നു. ഒരു സിനിമാ നടിയാണ്, അത്രയും സീരിയൽ നടി. അവരിതിൻ്റെ മുമ്പ് മാതാപിതാക്കളുടെ വിലക്കെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരുത്തനോട് ഇറങ്ങിപ്പോയി. ചെന്ന ഉടനെ തന്നെ ഒരു കുട്ടി സമ്മാനവും കിട്ടി. പിന്നീട് ഇങ്ങനെ ഉള്ളുകള്ളി ബോധ്യപ്പെടാൻ തുടങ്ങി. ജീവിതം അസഹ്യമായപ്പോൾ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ജീവിതം അസഹ്യമായപ്പോൾ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. ഇങ്ങനത്തെ 1000 കേസുകളുണ്ട്. ശക്തമായി പീഡിപ്പിക്കപ്പെട്ട മരണപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് ധാരാളമുണ്ട്. മുംബൈയിലെയും സോണാഗച്ചിയിലെയും വേശ്യത്തെരുവിൽ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ച പെൺകുട്ടികളുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ പെൺകുട്ടികളും പെങ്ങന്മാരും തെറ്റിദ്ധരിക്കുന്നു, അദ്ദേഹം എന്നോടൊപ്പം വല്ലാതെ ലോക്യം കൂടുന്നത് എന്നോടുള്ള അമിതമായ എന്തോ ഒരു ഇഷ്ടം കൊണ്ടാണ്, എന്തൊരു കെയറിങ് ആണ്. ഇടക്കിടക്ക് മൂപ്പര് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഗൾഫിലുണ്ടൊരു കെട്ടിയോൻ, തലവേദന എന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു പാരസെറ്റമോൾ തിന്നു എന്നും പറഞ്ഞിട്ട് അയാൾ അപ്പം കട്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ തലവേദനയെക്കുറിച്ച് മൂപ്പർക്ക് ഒരു ബോധമില്ല. എന്നാൽ ബെസ്റ്റ് വിളിച്ചപ്പോഴും ഞാനത് പറഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്കൊരു തലവേദന ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറവുണ്ടോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഗുളിക ഒടിച്ചോ എന്ന് വെച്ച് വിളിച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഡോക്ടറെ കാണിച്ചോ, കൊണ്ടുപോവാൻ ഞാൻ വരണോ എന്ന് വെച്ച് വിളിച്ചു. സ്വൈരം കെടുത്തി. ഇടക്കിടക്ക് മെസ്സേജ് വിട്ടു, കുറവുണ്ടോ എന്ന് വെച്ചിട്ട്. കെട്ടിയൊരുത്തുണ്ടായിരുന്നു, അവനോട് ഞാൻ നേരത്തെ പറഞ്ഞ്, മൂപ്പര് അപ്പം അത് പാരസെറ്റമോൾ തിന്നാണെന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തതാണ്. പിന്നെ മൂപ്പർക്ക് ഇതേക്കുറിച്ച് ഒരു ബോധമില്ല. പക്ഷേ അയാൾ എന്നെ എന്തൊരു കെയറിങ് ആണ്. പ്രിയപ്പെട്ട സഹോദരി, തെറ്റിദ്ധരിക്കരുത്. ഡോക്ടർ മാത്യു വല്ലൂരിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. വിവാഹം, ബന്ധം, ബന്ധനം. കേരളത്തിൽ ഈടെ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഈ പുസ്തകത്തിലൊക്കെ സമർത്ഥിക്കുന്നത് പ്രണയ ജീവിതം 90%-ലേറെയും പല ഘട്ടങ്ങളിലും 100%-ഓളവും പരാജയപ്പെടുമെന്നാണ്. തെറ്റിദ്ധരിക്കുകയാണ് പെൺകുട്ടികൾ. എന്നെ വല്ലാത്തൊരു കെയറിങ് ആണ്. ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകം ഇന്ന് വായിക്കണം പെൺകുട്ടികൾ. കൃത്യമായി മനഃശാസ്ത്രജ്ഞനാകുന്ന അതിൻ്റെ ഓതർ സമർത്ഥിക്കുന്നുണ്ട്, പിറകെ കൂടുന്ന ഒരു പുരുഷൻ്റെയും ലക്ഷ്യം സ്നേഹമല്ല, സംശുദ്ധമായ ജീവിതമല്ല, നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കലല്ല, മറിച്ച് ശരീരം മാത്രമാണ്. ശരീരം മാത്രമാണ്. അവരുടേതായ സംഗതികളും ഇംഗിതങ്ങളും തീരുമ്പോൾ കൊല്ലാൻ നോക്കും. വെട്ടിനുറുക്കി സൂട്ട് കേസിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 25,000-ത്തിലധികം ലൈസൻസുള്ള വേശ്യകൾ പ്രവർത്തിക്കുന്ന ഒരു വേശ്യത്തെരുവാണ് ഞാൻ പറഞ്ഞ സോണാഗച്ചി, പശ്ചിമ ബംഗാളിലെ. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന സമയത്ത് പ്രസവിച്ച പെൺകുട്ടികൾക്ക് മൂല്യം കുറയും. അതുകൊണ്ട് എന്ന് ഗർഭമുണ്ടായാലും അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് എടുക്കുക, കഥയല്ലത് ജീവിതം ഷേധ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഒരു സ്കെൽറ്റ് പെൺകുട്ടി വരും, കോടതിയുടെ മുന്നിൽ പോയി പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു ബി കുട്ടിയാണ്, നല്ലൊരു ഹോമിയോ ഡോക്ടറുടെ മകളാണ്. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നു. മറുതരക്കൽ അരുൺദാസ്. ഒരു കൗതുകത്തിന് അവരതങ്ങനെ തുടർന്നു. പിന്നെ പലയിടങ്ങളിൽ വെച്ച് കാണലായി.
പലയിടങ്ങളിലും വെച്ച് അവർ സംഗമിക്കലായി. ഒടുവിൽ തുളസിമാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് കല്യാണം കഴിക്കുന്നു. ആ ബീക്കുട്ടി പേര് ഷേദ എന്നാക്കി മാറ്റുന്നു. ബാക്കിയുള്ള കഥ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ നാവ് കൊണ്ട് കേൾക്കുക. എനിക്ക് കൂടുതൽ അവരെക്കുറിച്ച് പറയാൻ വയ്യ. കാര്യം പിന്നീട് നിങ്ങളുടെ നാട്ടിൻ്റെ പരിസരത്ത് തന്നെയുള്ള എൻ്റെ ഒരു വിദ്യാർത്ഥി, അവനെയൊക്കെ വിട്ട് നിരന്തരമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ അവരും ഇപ്രകാരം ചാടിപ്പോയ അവരുടെ അമ്മായിയുടെ മകളുണ്ടായിരുന്നു, വേറൊരുത്തി. അവരൊക്കെ പിന്നെയും ദീനിലേക്കും ഇസ്ലാമിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക, ഈ സാധനം ഒന്ന് കേൾക്കുക. ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് 4 പ്രാവശ്യം ഗർഭമുണ്ടായി. ഓരോ സമയവും ഭർത്താവെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ കൂടെ പോയവനും അവൻ്റെ അമ്മയും ചേർന്നിട്ട് അത് ജ്യൂസ് അടിച്ച് കളഞ്ഞു. അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ചെറിയ ഭ്രൂണാവസ്ഥയിലൊക്കെ അത് ചെയ്യാമെന്നല്ലാതെ പല ഡോക്ടർമാരും കുട്ടിക്ക് വൈകല്യം വരും, കുട്ടി തല കുത്തനെയുള്ളത്, കുട്ടി മലർന്നുള്ളത്, ചെരിഞ്ഞായിരുന്നത്, അതുകൊണ്ട് അതിനെ കളയണം എന്നൊക്കെ പറയുമ്പോഴേക്ക് സമ്മതം കൊടുക്കാൻ 4 വട്ടം ആലോചിക്കണം. ഡിയാൻസി നടത്തൽ കണ്ടുപിടിച്ച ഡോക്ടർ 2000-ഓളം ഡിയാൻസി ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം ഗർഭാശയത്തിൻ്റെ ഉള്ളു കണ്ടുകൊണ്ട് അയാൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യമാണ് ഡിയാൻസി ചെയ്തത്, ഒരൊറ്റ പ്രാവശ്യം. പിന്നെ അദ്ദേഹത്തിന് കത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്തേ കാര്യം? പ്രത്യേകമായി കത്രിക ഉപയോഗപ്പെടുത്തി ഗർഭപാത്രത്തിലേക്ക് കയറിച്ചെന്ന് ആ കുട്ടിയെ തൊടുന്നിടത്ത് മുറിച്ച് പീസാക്കി എടുക്കുകയാണ്. വേദന അനുഭവിക്കുന്ന കുട്ടി, 4-ാം മാസം മുതൽ ഹൃദയം സ്പന്ദിക്കുന്ന കുട്ടി, മാതാവും പിതാവും സന്തോഷങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടി, മാതാവും പിതാവും സന്തോഷം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടി. ഈ കുട്ടിയെ കയ്യിന് വൈകല്യമുണ്ട്, കാലിന് വൈകല്യമുണ്ട് എന്ന് പറഞ്ഞ് മുറിച്ചെടുക്കുകയാണ്. ആ കുട്ടി പടക്കണത് കണ്ടപ്പോൾ ഇനി ഞാൻ ഈ പരിപാടി ചെയ്യൂല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് വായിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം അടിച്ച് ജ്യൂസ് അടച്ച് കഴിഞ്ഞു. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെയൊക്കെ കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ പ്രസവം നടന്നതാണെങ്കിൽ വില കുറയും. 4-ാമത്തെ കുട്ടിയെയും ജ്യൂസ് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ പെണ്ണ് ശക്തമായി എതിർത്തു. നിങ്ങൾക്ക് 4 പ്രസവിക്കാമെങ്കിൽ എനിക്കെന്തേ ഒന്നുപോലും പറ്റൂലെന്ന് ചോദിച്ചു. അന്ന് മുതൽ കഠിനമായ പീഡനമായി, ബൈക്കിൽ നിന്ന് വീഴ്ത്തി. നല്ല തണുപ്പുള്ള മഴയും ഇടിയും മിന്നുള്ള രാത്രിയിൽ ചാക്ക് വിരിച്ച് സിറ്റൗട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നു. ഇതൊരു കുട്ടിയുടെ അനുഭവമേ അല്ല, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ പെൺകുട്ടികളെല്ലാവരും വിചാരിക്കണേ എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യൂല, എന്നെങ്ങനെ പൂ പോലെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും മാനിക്കാതെ ഇറങ്ങിപ്പോകാൻ ഇവർക്ക് കഴിയണത്. അതിന് പ്രേരണ നൽകുന്നതാണ് സിനിമകളെല്ലാം, മാപ്പിളപ്പാട്ടുകൾ പോലും. നിക്കാഹ് നടക്കുന്നിടത്ത് ചെന്നിട്ട് ഫാത്തിമ എന്ന് വിളിച്ച് പാട്ട് പാടിയിട്ട് വധുവിനെ ഇറക്കിക്കൊണ്ടുവരുന്ന പാട്ട് ഒരാഴ്ച കൊണ്ട് 25,000 CD ചെലവായത് കേരളത്തിൽ. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾ തലക്കുമീതെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളല്ലാതായിത്തീരുന്നു. എങ്ങനെയാണ് നമുക്കൊരു ശാന്തമായ ജീവിതം സ്വപ്നം കാണാൻ കഴിയുക? എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ, എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ കുറ്റപ്പെടുത്തുകയാണ്, സ്ത്രീവിരുദ്ധനാണ് എന്ന് അടിയിൽ കമൻ്റ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഒരു വിരോധമല്ല ആരോടും, ഇത്തിരിയും ഒരു വിരോധമല്ല. പക്ഷേ ഇത്തരം രംഗങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഇടപെടേണ്ടി വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ തുറന്നു പറയേണ്ടി വരും. മാതാവിൻ്റെ സമ്മതത്തോടുകൂടെ കാമുകനകത്ത് കയറ്റുന്ന പെൺകുട്ടികളുണ്ട്. മാതാവിൻ്റെ സമ്മതത്തോടെ ഏത് സ്ഥലത്തേക്ക് അഴിഞ്ഞാടാൻ പെൺകുട്ടി സമ്മതം ചോദിച്ചാലും അതിന് സമ്മതവും പണവും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അങ്ങനെയാണ് 12:30 മണിക്ക് കൊച്ചിയിലെ മെട്രോയുടെ പില്ലറിൽ തൂണിൽ കാറിടിച്ചിട്ട് മരണപ്പെടുന്ന 2-3 പേരുടെ ചിത്രം വരുമ്പോൾ ഗണേശനോടൊപ്പവും ജോസഫിനോടൊപ്പവും ഇങ്ങനെ മുഖം ഇത്രക്ക് തട്ടമുട്ട ഫാത്തിമക്കുട്ടി വരുന്നത് എവിടുന്ന് വരികയാണ് ഇവർ? ഞാനീ പറഞ്ഞ കേസിൽ സുഹൃത്തായ ഒരുത്തൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് 11 മണിക്കെന്നും പറഞ്ഞാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അല്ല, എന്നെ സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ കടന്നുറങ്ങിയ ആ കുട്ടിയെ വിളിച്ചുണർത്തി പറഞ്ഞയക്കുന്നത് ഉമ്മയാണ്. കൂടെ ആങ്ങളയില്ല, ഭർത്താവില്ല, പിതാവില്ല.
പോകുന്നത് അനിവാര്യമായൊരു കാര്യത്തിനുമല്ല. ഏതോ ഒരു കോളേജിൽ പഠിച്ച കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് രാത്രി 11 മണിക്ക്. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് വാർത്തകൾ വരുന്നത്. ഡിവൈഡറിൽ കയറി കാറുമറിഞ്ഞ് 4-5 പേർ മരിക്കുമ്പോൾ 4 അന്യരാകുന്ന പുരുഷന്മാരും ഒരു മുസ്ലിം പേരുള്ള പെൺകുട്ടിയും കടന്നു വരുന്നു. ഇതെങ്ങനെ സാധിക്കുക? ഇതെങ്ങനെയാണ് സാധിക്കുക? പെൺകുട്ടി എവിടെയോ പഠിക്കുകയാണ്, എവിടെ ബാംഗ്ലൂരിലാണ്, എന്താ പഠിക്കണ അറിയില്ല, എവിടെ താമസിക്കണ അറിയില്ല. പിന്നെ അവൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രമാത്രം അറിയും. എന്തൊക്കെ പഠിക്കണു അതും അറിയില്ല, എന്തൊക്കെ പഠിക്കണു അതും അറിയില്ല. നമ്മുടെ മക്കൾ നമ്മുടേതാവണമെങ്കിൽ കുറേ ടാസ്ക് എടുത്തേ പറ്റുള്ളൂ. രക്ഷിതാവാന്നുള്ളത് ഫോം പൂരിപ്പിക്കുമ്പോൾ മാത്രം എഴുതാനുള്ളൊരു സംഗതിയല്ല. പ്രസവിക്കാനും ഉമ്മയാവാനും എല്ലാവർക്കും കഴിയും, വാപ്പയാവാൻ അതിലേറെ എളുപ്പം സാധിക്കും. പക്ഷേ രക്ഷിതാവാവണമെങ്കിൽ ഇത്തിരി അധ്വാനം വേണം.